അപ്പോൾ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജീബിൽ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അവരാണ് ഈ ഹരിതകർമ്മസേന വഴിയാണ് ഇത് നമ്മുടെ എല്ലാ വീടുകളിലും ഇത് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ബോക്സിന് 400 രൂപയാണ്. ഈ പൊടി ഇനാകുലം പൊടി എല്ലാം കൂടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്നിട്ട് അവിടെ പോയി കളക്ട് ചെയ്യണം, വീട്ടിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ കാര്യങ്ങൾ. ഇത് നമ്മുടെ വാഴക്കുളം പഞ്ചായത്ത് ഹരിതകർമ്മസേന കൊടുക്കുന്ന സംഭവമാണിത്. ഇതിന് 400 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, അതുപോലെ കരിയില ഇടാം, എല്ലാം ഇടാം. നമുക്ക് എന്നിട്ട് ഈനാക്കുലം എന്നൊരു പൊടി ഇതിൽ വിതറിക്കഴിഞ്ഞാൽ, അതിൻ്റെ മുകളിൽ വിതറിക്കഴിഞ്ഞാൽ അത് ഒരു മാസം കൊണ്ട് ചിലപ്പോൾ ഒരാഴ്ചയും കൊണ്ടൊക്കെ സംഭവം നല്ല പൊടിഞ്ഞ് നല്ല അറക്കപ്പൊടി പോലെയൊക്കെ ആവും. അത് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം, ജൈവ കമ്പോസ്റ്റായിട്ട് മാറും. വേറെ ദുർഗന്ധ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് 400 രൂപയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാലാണ് ഒന്നുകൂടെ അയച്ചു കാണിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വശം. ഇത് ടോപ്പ് വശമാണ്. ഇതിങ്ങനെ ഓരോന്ന് എടുത്ത് വയ്ക്കാം. ഇനി ഇത് മുകളിലെ ഓപ്ഷൻ എടുക്കാം. ഇനി എൻ്റെ ഉള്ളിലെ പെട്ടി എടുക്കാം. ഇനി അതിൻ്റെ അടിയിലെ അടുപ്പാണത്. ഇങ്ങനെ അടുത്തെടുക്കാം. അതിൻ്റെ മുകളിലെടുക്കാം, അതിൻ്റെ അടിയിലെടുക്കാം, അതിൻ്റെ അടിയിലെടുക്കാം. ഇങ്ങനത്തെ പീസായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇപ്പം നമ്മൾ ഇടുന്ന ഫുഡ് വേസ്റ്റുകൾ കംപ്ലീറ്റ് ഈ അടപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇത് അതിലേക്ക് ഇറക്കി വയ്ക്കും. ഇങ്ങനെ ഇറക്കി സെറ്റ് ചെയ്യാണ്. ലോക്കൊക്കെ ഉണ്ട്, കറക്റ്റ് ആ ലോക്കിലൊക്കെ വീണാലാണ് ഇരിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഫുഡ് ഇടും. ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇനാക്കുലം മിൽ പോയിന്റ് മുകളിൽ പൊട്ടിച്ച് ചെറുതായിട്ട് വിതറും. അത് കഴിഞ്ഞ് ഈ പെട്ടി നിറഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുകളിലെ അടപ്പും കൂടെ എടുത്ത് വയ്ക്കും, പീസ് എടുത്ത് വയ്ക്കും. അടയ്ക്കാൻ നേരത്ത് നമ്മൾ ഇതെടുത്തിട്ടിട്ട് ഇതിൻ്റെ ഈ ടോപ്പ് വയ്ക്കും. അപ്പോൾ ഇത് നിറയും. ഇത് നിറഞ്ഞില്ലെങ്കിൽ ഇത് അടച്ചു വയ്ക്കും. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് അടച്ചു വയ്ക്കും. ഞാൻ അടച്ചു വയ്ക്കും. ഇപ്പോൾ ഈ ബോക്സ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ബോക്സ് സെറ്റ് ചെയ്യും. അതിൻ്റെ മുകളിലേക്ക് ഇത് സെറ്റ് ചെയ്യും. ഇത് കറക്റ്റ് ലോക്കിലാണ് ഇടാൻ പറ്റുള്ളൂ. ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതിൻ്റെ കവറേജ് എടുത്ത് വയ്ക്കും. ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ കവറേജ് വീണു. അപ്പം അടുത്തത് ഇത് നിറഞ്ഞു കഴിയുമ്പോഴാണ് അത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് ഇടും. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലത്തെ അടുപ്പ് സെറ്റ് ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റിന് ഇതിലാണ് കേട്ടോ, ഈ സംഭവത്തിലാണ് വേസ്റ്റ് ഇടുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് വേസ്റ്റ് വീട്ടുന്നത്. ഇത് വെച്ച് സെറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലെ കവറേജ് എടുത്ത് വെച്ചു. കവർ എടുത്തിട്ടു. ഇനി ഈ അടപ്പ് വെച്ചു. ഇതിന് മുകളിൽ റൗണ്ട് ഉണ്ട്. ഇത് ഫിനിഷിങ്ങിലാണ്, ലാസ്റ്റുള്ള കവറാണ് അടയ്ക്കാൻ വേണ്ടി. അടുത്ത് ഇതിൻ്റെ ഈ മൂടിയാണ്. ഇതൊരു കുടുംബശ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ, പഞ്ചായത്തിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിൽ അടച്ചു വയ്ക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് രീതി. അപ്പോൾ നമ്മൾ ഫുഡ് ഇട്ട് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഒരുമിച്ച് ഫുഡ് ഇട്ട് ലാസ്റ്റ് എൻ്റെ ഇനാക്കുലം സംഭവം ഇട്ട് വിതറിയാൽ മതി. ഒന്നിച്ച് വിതറണമെന്നില്ല. അപ്പോൾ കാലത്ത് ഉണ്ടാക്കിയ രാത്രി ഉണ്ടാക്കുന്ന ഫുഡ് ഒന്നിച്ച് ഒരുമിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ പൊടി, ഇതാണ് പൊടി. ഈ പൊടി കുറച്ച് അതിൻ്റെ മുകളിൽ വിതറാം. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു ജൈവവളമായിട്ട് മാറും ചെടിക്ക്. അതുപോലെ വാഴ, പയറ് എല്ലാ അതിനും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചെറിയ വീഡിയോ ഞങ്ങളോട് നിർത്താണ്.